നമസ്കാരം. ഒരു സംസ്ഥാനത്തെക്കുറിച്ച് കേന്ദ്രത്തിന് ഒരിക്കൽ പോലും നല്ലതൊന്നും പറയാനില്ല എന്ന് വെച്ചാൽ എന്താണ് മറുപടി പറയുക? വേറെ ഒരു സംസ്ഥാനത്തെയും കുറിച്ചല്ല, നമ്മുടെ ഈ കൊച്ചു കേരളത്തെ കുറിച്ചാണ് പറഞ്ഞത്. ഇതുപോലൊരു അതീവ മോശം മാനേജ്മെന്റ് വേറെ ഇല്ലെന്നാണ് കേന്ദ്രം കേരളത്തെക്കുറിച്ച് സുപ്രീം കോടതിയെ അറിയിച്ച കാര്യം. കേരളത്തിന്റെ സാമ്പത്തിക ക്ലേശത്തിന് കാരണം സാമ്പത്തിക കാര്യം കൈകാര്യം ചെയ്യുന്നതിലെ പിടിപ്പുകേടാണെന്നും കേന്ദ്രം വ്യക്തമാക്കുന്നു. കേരളത്തിന്റെ ധനകാര്യ സ്ഥിതി വിശദീകരിക്കുന്നതിനായി സുപ്രീം കോടതിയിൽ നൽകിയ കുറിപ്പിലാണ് കേന്ദ്രം നിലപാട് വ്യക്തമാക്കിയത്. കേരളത്തിന്റെ കടമെടുപ്പ് പരിധി ഇനി ഉയർത്താനാകില്ലെന്നും കേന്ദ്രം നൽകിയ 45 പേജുള്ള വിശദീകരണത്തിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. വിവിധ കേന്ദ്ര സംസ്ഥാന ഏജൻസികൾ, സ്ഥാപനങ്ങൾ എന്നിവയുടെ റിപ്പോർട്ടും പഠനങ്ങളും കേന്ദ്രം റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. സംസ്ഥാനത്ത് ഇന്ന് ബജറ്റ് അവതരിപ്പിക്കെയാണ് ഈ വിവരങ്ങൾ പുറത്തുവരുന്നത്. കേന്ദ്രം കടമെടുപ്പ് പരിധി വെട്ടിക്കുറച്ചെന്ന് ആരോപിച്ച് കേരളം നൽകിയ ഹർജിക്ക് മറുപടിയായി അറ്റോർണി ജനറൽ മുഖേന സുപ്രീം കോടതിക്ക് നൽകിയ കുറിപ്പിൽ കേന്ദ്രം ഇക്കാര്യം വ്യക്തമാക്കുന്നത്. കേന്ദ്ര നികുതി, കേന്ദ്ര പദ്ധതികളുടെ വിഹിതം, ധനകമ്മി ഗ്രാന്റുകൾ തുടങ്ങി സംസ്ഥാനത്തിന് അർഹതപ്പെട്ട പണം നൽകിയിട്ടുണ്ട്. വിവിധ ധനകാര്യ കമ്മീഷനുകൾ ശുപാർശ ചെയ്തതിനേക്കാൾ അധിക പണം കേരളത്തിന് നൽകിയിട്ടുള്ളതായും കുറിപ്പിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഏറ്റവും അധികം കടമുള്ള 5 സംസ്ഥാനങ്ങളിൽ ഒന്നാണ് കേരളമെന്നും കേന്ദ്രം നൽകിയ കുറിപ്പിൽ പറയുന്നു. 2018-19 സാമ്പത്തിക വർഷത്തിൽ സംസ്ഥാനത്തിന്റെ മൊത്തം വരുമാനത്തിന് 31% കടം. എന്നാൽ 2021-22 അത് 39% ഉയർന്നു. ദേശീയ ശരാശരി 29.8% മാത്രമാണ്. സംസ്ഥാനം കടത്തിന് നൽകുന്ന പലിശയിലും വലിയ വർധനവാണ് ഉണ്ടായത്. സംസ്ഥാനം എടുക്കുന്ന കടത്തിന്റെ മൊത്തം പലിശ 10% അധികമാകരുതെന്നാണ് 14ാം ധനകാര്യ കമ്മീഷൻ നിർദ്ദേശം. എന്നാൽ കേരളത്തിൽ കഴിഞ്ഞ സാമ്പത്തിക വർഷം ഇത് 19.8% വർദ്ധിച്ചു. ഉയർന്ന പലിശ നൽകുന്നത് തന്നെ സംസ്ഥാനത്തിന്റെ ധനകാര്യ സ്ഥിതിയെ പ്രതികൂലമായി ബാധിക്കുമെന്നും കുറിപ്പിലുണ്ട്. കടമെടുക്കുന്ന പണം കേരളം ഉൽപാദന മേഖലകളിലല്ല നിക്ഷേപിക്കുന്നത്. അത് ശമ്പളവും പെൻഷനും പോലുള്ള ദൈനംദിന പ്രവർത്തനങ്ങൾക്കായാണ് ചെലവഴിക്കുന്നത്. സർക്കാരിന്റെ ചെലവും വലിയ തോതിൽ വർദ്ധിക്കുന്നുണ്ട്. 2018-19 റവന്യൂ വരുമാനത്തിന്റെ 74% ചെലവ്. 2021-22 അത് 82.40% ഉയർന്നു. സംസ്ഥാനങ്ങളിൽ ഏറ്റവും ഉയർന്ന നിരക്കാണിത്. മുഴുവൻ സംസ്ഥാനങ്ങളുടെയും കണക്കെടുക്കുമ്പോൾ 54.98% ശരാശരി. ധനകമ്മിയിലും വർധനയാണ് രേഖപ്പെടുത്തുന്നത്. 2017-18 ധനകമ്മി 2.41% ഇത് 2021-22 3.17% ഉയർന്നു. 0.46% ദേശീയ ശരാശരി. സംസ്ഥാന സർക്കാരിന് വേണ്ടി കടമെടുക്കുന്ന കിഫ്ബിക്കും കേരള സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ ലിമിറ്റഡിനും സ്വന്തമായി വരുമാനമില്ലെന്നും കേന്ദ്രം ചൂണ്ടിക്കാട്ടുന്നുണ്ട്. 2021-22 കിഫ്ബിയുടെ വരുമാനം 6401.3 കോടിയാണ്. ഇതിൽ 93.6% സംസ്ഥാനം നൽകിയതാണ്. 6.4% നിക്ഷേപങ്ങളിൽ നിന്ന് ലഭിച്ച പലിശയാണ്. പെട്രോൾ സെസ്, മോട്ടോർ വാഹന നികുതി എന്നിവയിൽ നിന്ന് ലഭിക്കുന്ന പണമാണ് കിഫ്ബിക്ക് കൈമാറുന്നതെന്നും കുറിപ്പിലുണ്ട്. കടമെടുപ്പ് പരിധി വെട്ടിക്കുറച്ചെന്ന് ആരോപിച്ച് കേരളം നൽകിയ ഹർജിയിലായിരുന്നു സുപ്രീം കോടതിയെ കേന്ദ്രം ഈ നിലപാടുകൾ അറിയിച്ചത്. അടിയന്തരമായി കടമെടുക്കാൻ അനുവദിക്കണമെന്ന കേരളത്തിന്റെ ആവശ്യം സംസ്ഥാന ബജറ്റിന് മുമ്പ് പരിഗണിക്കണമെന്നും ഹർജിയിൽ ആവശ്യപ്പെട്ടിരുന്നു. കേന്ദ്ര സർക്കാർ കേരളത്തെ സാമ്പത്തികമായി ഞെരുക്കുന്നുവെന്ന സംസ്ഥാനത്തിന്റെ പരാതിക്ക് രൂക്ഷ മറുപടിയാണ് ഇതിലൂടെ കേന്ദ്രം സുപ്രീം കോടതിയിൽ നൽകിയത്. കേരളം പൊതുധനം കൈകാര്യം ചെയ്യുന്നത് ഉചിതമായ രീതിയിലല്ലെന്ന് സംസ്ഥാനത്തിന്റെ ധനസ്ഥിതി പരിശോധിക്കുമ്പോൾ വ്യക്തമാകുന്നതെന്ന് കേന്ദ്രം അറിയിച്ചിരിക്കുന്നു. കടമെടുപ്പിന് പരിധി നിശ്ചയിച്ച് സംസ്ഥാനത്തെ കേന്ദ്രം സാമ്പത്തികമായി ഞെരുക്കുന്നുവെന്ന് കാട്ടി കേരളം സുപ്രീം കോടതിയിൽ സ്യൂട്ട് ഹർജി നൽകിയിരുന്നു. ഇതിനുള്ള മറുപടിയായാണ് കേന്ദ്ര സർക്കാർ ഈ വിശദമായ കുറിപ്പ് നൽകിയത്. നിയമവും വായ്പാ പരിധിയും മറികടക്കാനാണ് കേരളം ബജറ്റിൽ ഉൾപ്പെടുത്താതെ കിഫ്ബി, KSSPL അതായത് കേരള സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ ലിമിറ്റഡ് എന്നിവയിൽ നിന്ന് വായ്പ എടുക്കുന്നതെന്ന് കേന്ദ്രം ആരോപിച്ചു. സ്വന്തമായി വരുമാന മാർഗമില്ലാത്ത ഈ സ്ഥാപനങ്ങളിൽ നിന്ന് എടുക്കുന്ന വായ്പകൾ സംസ്ഥാന സർക്കാരിന്റെ സഞ്ചിത
നിധിയിൽ നിന്ന് തിരിച്ചടക്കേണ്ടിയും വരും. അതേസമയം തന്റെ പക്കൽ മാന്ത്രിക വടിയൊന്നുമില്ലെന്നാണ് ബജറ്റിന് മുമ്പ് ധനമന്ത്രി ബാലഗോപാൽ പറഞ്ഞത്. CPM-നെ മുഖത്തടിക്കുകയാണ് ഇതുവഴി KN ബാലഗോപാൽ ചെയ്തത്. ഇതൊരു സ്വയം രക്ഷപ്പെടൽ കൂടിയാണ്. ഇപ്പോൾ ബജറ്റ് അവതരണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ബജറ്റ് അവതരിപ്പിക്കുന്നതിന് മുമ്പാണ് അദ്ദേഹം ഒരു മാജിക്കും പ്രതീക്ഷിക്കാനില്ലെന്ന് തുറന്നടിച്ചു പറഞ്ഞത്. ഒരു പുണ്ണാക്കും ഖജനാവിലില്ലെങ്കിലും പൊക്കിയടിച്ചോളാനാണ് CPM പറഞ്ഞത്. ഇതിനുള്ള മറുപടിയായിരുന്നു ഇത്. ബാലഗോപാലിനെ കൊണ്ട് കല്ലെടുപ്പിക്കാൻ തന്നെയായിരുന്നു ഗോവിന്ദന്റെ പുറപ്പാട്. പക്ഷേ ധനമന്ത്രി അതങ്ങ് പൊളിച്ച് കയ്യിൽ കൊടുക്കുകയായിരുന്നു. നയ പൈസയില്ല, പൂച്ചപെറ്റ ഖജനാവ് നിറയ്ക്കാൻ എന്റെ കയ്യിൽ മാന്ത്രിക വടിയില്ലെന്നും ബാലഗോപാൽ പൊട്ടിച്ചടിച്ചു. ഈ ഒരു മാജിക്കും കാണിക്കാനില്ലെങ്കിലും ബജറ്റ് അവതരിപ്പിക്കുമ്പോൾ ധനമന്ത്രിമാർ വെച്ചലക്കാറാണ് പതിവ്. ഒരു പുളിങ്കുരു പോലും കയ്യിലില്ലാത്തപ്പോഴും തോമസ് ഐസക്കൊക്കെ തള്ളോട് തള്ളു തന്നെയായിരുന്നു. എന്നാൽ ബാലഗോപാൽ സത്യം പറഞ്ഞു, കയ്യിൽ ഒന്നുമില്ലെന്ന്. തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ഇത് പിണറായി സർക്കാരിന് പിന്നിൽ നിന്നുള്ള അടിയാണ്. പിന്നെ ബാലഗോപാൽ മന്ത്രിയോട് ചോദിക്കാനുള്ളത്, പിണറായിയുടെ ദൂർത്തിന് നിന്ന് തുള്ളുമ്പോൾ ആലോചിക്കണ്ടേ? ഖജനാവ് കാലിയാകുമെന്നൊക്കെ ബജറ്റ് അവതരിപ്പിക്കുമ്പോൾ മാത്രം ആലോചിച്ചാൽ മതിയോ? അങ്ങനെ ആലോചിച്ചിരുന്നെങ്കിൽ ഇതുപോലെ ഉരുകേണ്ടി വരില്ലായിരുന്നു. CPM-നിട്ട് വെച്ചിട്ടുണ്ട് ബാലഗോപാൽ. ബജറ്റ് കഴിഞ്ഞ് ഇറങ്ങട്ടെ എന്നുള്ളതാണ് സ്ഥിതി. സാമ്പത്തിക പ്രതിസന്ധിയൊന്നും കണക്കിലെടുക്കാതെ ജനപ്രിയ ബജറ്റ് അവതരിപ്പിക്കണമെന്ന CPM നിലപാട്. ഇതിന്റെ മൂട്ടിലിട്ടാണ് ധനമന്ത്രി പൊട്ടിച്ചത്. ബജറ്റിന് മുമ്പേ തന്നെ കൈമലർത്തുകയാണ് ഇതിലൂടെ ചെയ്തത്. ക്ഷേമ പെൻഷൻ ഉൾപ്പെടെ വർദ്ധിപ്പിക്കണമെന്ന ആവശ്യം CPM മുന്നോട്ട് വെച്ചിട്ടുണ്ട്. AKG സെന്ററിൽ തയ്യാറാക്കുന്ന ബജറ്റ് അവതരിപ്പിച്ചാൽ മതിയെന്ന സമ്മർദ്ദവും മന്ത്രിക്കുണ്ടായിരുന്നു. എന്നാൽ CPM-ന്റെ പ്ലാനിംഗ് എല്ലാം ബാലഗോപാൽ നശിപ്പിച്ചു കളയുകയായിരുന്നു. നന്ദി.